ചെന്നൈയിൽ യാത്രയിലാണ്. ഇതിൽ മുന്നേ 2 എപ്പിസോഡ് ചെയ്തിരുന്നു. ഇതിൻ്റെ അവസാന ഭാഗം, ചെന്നൈ യാത്രയുടെ അവസാന ഭാഗമാണ് ഈ എപ്പിസോഡ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാഴപ്പാടി കഴിഞ്ഞ് സേലത്തേക്ക് എത്തുകയാണ്. സേലം എത്താറായി. സേലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. സേലം എത്തുമ്പോഴേക്ക് ഒരുവിധം രാത്രി ആയിരിക്കും കേട്ടോ. 8 മണിയോ 9 മണിയോടെ അടുത്തായിരിക്കും. സേലത്ത് പോയിട്ട് വേണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സേലത്ത് ഭക്ഷണമെല്ലാം കഴിച്ച് തുടർന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ചെന്നൈ എത്താറായി. ചെന്നൈ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും കറക്റ്റായ വഴി അറിയില്ല. അവർ മാപ്പ് അയച്ചു തന്നിരുന്നു. അപ്പോൾ ആ മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നൈയിലെത്തി. ചെന്നൈയിൽ മടിപ്പാക്കം എന്ന സ്ഥലത്തുള്ള അയ്യപ്പൻ്റെ അമ്പലമാണ് ഇത്. തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് അയ്യപ്പൻ്റെ അമ്പലം മടിപ്പാക്കം എന്ന സ്ഥലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് 18-ാം പടിയോട് കൂടിയുള്ള അമ്പലമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ആദ്യത്തെ അയ്യപ്പ ക്ഷേത്രമാണ്. അപ്പം അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള അവരുടെ സത്രത്തിലാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത്. അത് അത്യാവശ്യം കാണാൻ ഉള്ള എല്ലാ ദൈവങ്ങളെയും കൂടി എത്തിയുള്ള ഒരു അമ്പലം തന്നെയാണ്. അയ്യപ്പൻ്റെ വിഗ്രഹം മാത്രമല്ല. അപ്പോൾ ഇവിടെ നിന്നാണ് പാലക്കുമ്പിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഈ അമ്പലത്തിൽ നിന്നാണ് പാലക്കുമ്പിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നല്ലോ. വെള്ളപ്പൊക്കത്തിൽ ആറ്റിൽ വെള്ളം നിറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ആറ്റിലെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്രമമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അതായത് വിളക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാം പണിയാനുള്ളത്. ഇവിടെ മൊത്തം ചളിയായിരുന്നു. ആ ചളിയൊക്കെ കോർപ്പറേഷൻകാർ വന്ന് കോരി വൃത്തിയാക്കി അവരെ വണ്ടികളാണ് ആ കിടക്കുന്നതല്ല. അപ്പോൾ അവരെല്ലാം വൃത്തിയാക്കി ഓരോരോ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും കാര്യങ്ങളും അതുകൂടാതെ സ്റ്റേജുകളും അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ അമ്പലം പണിതുള്ളത്. ആ സ്റ്റേജിൻ്റെ മേലെ വെച്ചിട്ടാണ് അമ്പലം പണിതുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പുലർച്ചയാകുമ്പോഴേക്കും പിറ്റേ ദിവസം പുലർച്ചയാകുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്ലിയറായി. എല്ലാ അമ്പലത്തിൽ എല്ലാം കുടിയിരുത്തലെല്ലാം കഴിഞ്ഞു. പരിപാടി ആരംഭിച്ചു. പാലക്കൊമ്പിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. കാരണം തിരക്കും കാര്യങ്ങളൊക്കെ കാരണം പാലക്കൊമ്പിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരുവിച്ചലിൻ്റെയും ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അയ്യപ്പൻ്റെ അമ്പലമാണ് ഈ കാണുന്നത്. ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൽ കൂടിയിട്ടുള്ള ഒരു 50 കിലോ വെയിറ്റുണ്ട് കേട്ടോ. ചെമ്പിൻ്റെ വിഗ്രഹമാണ്.
അവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട അമ്പലത്തിൽ നിന്ന് അവർ എഴുന്നള്ളിച്ച് കൊടുന്ന് ഇതിൽ കുടിയിരുത്തിയിരിക്കുകയാണ് ഈ അമ്പലത്തിൽ. അപ്പോൾ അങ്ങനെ ഓരോ പരിപാടികൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ലക്ഷാർച്ചന നടക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ കാണുന്ന ഭഗവതി അമ്പലമാണ്, അതായത് മാളികപ്പുറത്തിൻ്റെ അമ്പലമാണ് കാണുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് അമ്പലത്തിൽ ലക്ഷാർച്ചനകളും കാര്യങ്ങളും നമ്പൂരിമാർ വന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ലക്ഷാർച്ചന നടക്കുന്ന ഭാഗമാണ് കാണുന്നത്. അതിൽ 5-6 നമ്പൂതിരിമാർ വന്നിട്ട് ലക്ഷാർച്ചനയും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അതുപോലെ 2 മണി 3 മണി ഒക്കെ സമയമായിട്ടുണ്ട് ലക്ഷാർച്ചന കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് പാലക്കൊമ്പിന് പോകേണ്ട സമയമായി. ഒരു 4 മണി 5 മണി സമയത്ത് പാലക്കൊമ്പിന് പോയിരുന്നു. അപ്പോൾ പാലക്കൊമ്പിന് ഇവിടെയൊന്നും എടുത്തിട്ടില്ല, നടക്കാൻ സമയം കിട്ടിയില്ല. തിരുവച്ചനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ തിരുവച്ചനും കാര്യങ്ങൾ നടക്കുകയാണ്. തിരുവച്ചനും കാര്യങ്ങളും പാലക്കാടും പിന്നെ അയ്യപ്പനും വാഴും വെട്ടുന്നതും ഉണ്ട്.